നിങ്ങളൊക്കെ വിചാരിക്കും വയനാട് ഇങ്ങനെ ഒരു പിന്നോക്ക ജില്ലയാണ്, ഇവിടെ ഡെവലപ്മെന്റ് ഒന്നും വന്നിട്ടില്ല എന്നൊക്കെയാണ് പലരുടെയും ധാരണ. പക്ഷെ അത് തികച്ചും തെറ്റാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ എറണാകുളത്ത് ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് സ്വിഗ്ഗി, സൊമാറ്റോ വഴി ഓർഡർ ചെയ്താലേ വീട്ടിൽ സാധനം കിട്ടും. ആമസോൺ വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും വീട്ടിൽ സാധനം കിട്ടും. അതാണല്ലോ സിസ്റ്റം. പക്ഷെ എന്നാൽ അതേസമയം ഒരു സൂവിൽ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഒരു മൃഗത്തെ കാണുന്നുണ്ടെങ്കിൽ, മൃഗശാലയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തൃശ്ശൂരോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ വണ്ടി ഓടിച്ചു പോയിട്ടാണ് നിങ്ങൾക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുക. പക്ഷേ നമ്മൾ വയനാട്ടുകാരുടെ കേസ് അങ്ങനെയല്ല. നമുക്ക് ഹോം ഡെലിവറിയാണ് മൃഗശാല എന്ന് പറയുന്നത്. നമുക്കിവിടെ കുരങ്ങുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുരങ്ങ് വരും, പിന്നെ അതുപോലെ തന്നെ മലയണ്ണാൻ വരും, കടുവ വരും, പുലി വരും, ആന വരും, പിന്നെ കാട്ടുപോത്ത് വരും, കാട്ടുപന്നി വരും, മയില് വരും. അങ്ങനെ എല്ലാ മൃഗങ്ങളും നമ്മുടെ വീട്ടിലേക്ക് വന്ന് ഹോം ഡെലിവറി സിസ്റ്റമാണ് നമ്മുടെ വയനാട്ടിലുള്ളത്. അത്രയും അഡ്വാൻസ് സിസ്റ്റമാണ് ഞങ്ങൾക്കുള്ളത്. അത് മാത്രവുമല്ല, നിങ്ങൾക്കാണെങ്കിൽ ആപ്പ് എടുക്കണം, ഓപ്പൺ ചെയ്യണം. ഇത്രയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉള്ളൂ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ സൂവിന്റെ ഹോം ഡെലിവറി എന്ന് പറയുന്നത് ഓർഡർ പോലും ചെയ്യാണ്ട് വെറുതെ ഇതെല്ലാം നമ്മുടെ അടുത്തേക്ക് വരും. അത്രയും അഡ്വാൻസ്ഡ് ജില്ലയാണ് വയനാട്.